പെട്രോൾ ഡീസൽ വിലയെക്കുറിച്ച് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞ വിഖ്യാതമായ വിശദീകരണം ഓർമ്മയുണ്ടാവുമല്ലോ. അല്ല, ലോജിക്കലൊന്നുമില്ല. അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിന്റെ ഒരംശമാണ് കൂട്ടുന്നത്. ആ അന്താരാഷ്ട്ര വിപണിയിൽ അത്രയും തന്നെ കൂട്ടുന്നില്ല. അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം 2 രൂപയിലധികം കുറഞ്ഞു. ഇന്നിപ്പോ തിരുവി എത്ര കൂട്ടിയത്? ആ ടോട്ടൽ വില കൂടുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ വരെ കൊടുത്തിരുന്ന തുകയിൽ നിന്ന് കൂടുതൽ പോകുന്നില്ല. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം എക്സിൽ നൽകിയ അറിയിപ്പ് ഇതിന് സമാനമല്ലേ എന്നൊരു സംശയം തോന്നാം. എക്സൈസ് ഡ്യൂട്ടി കൂട്ടിയെങ്കിലും പെട്രോളിന്റെയും ഡീസലിന്റെയും ചില്ലറ വില കൂട്ടില്ലെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾ അറിയിച്ചിട്ടുണ്ട്. കേൾക്കുമ്പോൾ ആശ്വാസം തോന്നുന്ന വാർത്ത. എന്നാൽ ശരിക്കും അങ്ങനെയാണോ? പരിശോധിക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിവെച്ച പകരച്ചുങ്ക പോരിനെ തുടർന്ന് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിഞ്ഞു. US അസംസ്കൃത എണ്ണയായ വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റ് ബാരലിന് $60 താഴെയെത്തി. ഇന്ത്യ മുഖ്യമായും ആശ്രയിക്കുന്ന ബ്രന്റ് ക്രൂഡിന്റെ വില $64 താഴ്ന്നു. 2021 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന വില. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറഞ്ഞതിനനുസരിച്ച് നമ്മൾ വാങ്ങുന്ന പെട്രോൾ ഡീസൽ വിലയും കുറയേണ്ടതാണ്. പക്ഷേ പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 2 രൂപ വീതം എക്സൈസ് ഡ്യൂട്ടി കൂട്ടി കേന്ദ്ര സർക്കാർ. ഇതോടെ ഉപഭോക്താവിന് ലഭിക്കേണ്ട വിലക്കുറവ് ഇല്ലാതെയായി. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞപ്പോൾ എക്സൈസ് ഡ്യൂട്ടി കൂട്ടി ഉപഭോക്താക്കൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യം തട്ടിയെടുത്തതിനെയാണ് ഇനി വില കൂടില്ല എന്ന വിശദീകരണം കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം നൽകിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.